അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു കിടിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ ചെമ്പ്രയിലുള്ള ഹസീന സലീം ദമ്പതികളുടെ ഒരു മനോഹരമായ വീടാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ഈ വീട് വന്നിട്ട് 1495 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വരുന്നത്. എക്സ്റ്റീരിയർ ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ലുക്കിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വശത്ത് ഇതുപോലെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് വരുന്ന ഷോവാളിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കൂടാതെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിറ്റ് ഔട്ടിന്റെ ആ ഭാഗമൊക്കെ വന്നിട്ട് കാണാനായിട്ട്. നമ്മുടെ ഈ വീട് വന്നിട്ട് ഇരുനിലയിലായിട്ട് 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഒരു മുകളിലായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വീടിന്റെ മൊത്തത്തിലുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് അടിപൊളിയാണ്. കൂടാതെ എക്സ്റ്റീരിയർ ലുക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഷോ ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നൈറ്റിലെ വ്യൂവും കിടിലെന്നായിരിക്കും. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു വശത്ത് ഒരു പില്ലർ വരുന്നുണ്ട്. അതിലായിട്ട് നോക്കുകയാണെങ്കിൽ മൾട്ടി കളറിൽ വരുന്ന ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 150 270 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മളിത് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സിറ്റിംഗ് ഏരിയനോട് ചേർന്ന് ഈ വശത്തായിട്ട് ഒരു വുഡിന്റെ സിംഗിൾ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ചെയർ ആണ് കേട്ടോ. അതിന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് അറബിക് കാലിഗ്രാഫി എഴുതിയിട്ടുണ്ട്. ആ ഒരു കാലിഗ്രാഫിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ കൊടുത്ത ആ വോൾ ലൈറ്റും കൂടി വന്നപ്പോൾ ആ ഒരു ലുക്ക് വന്നിട്ട് സൂപ്പറാണ്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിൽ ഈ വശത്തെ വോളായിട്ട് നോക്കിയാൽ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോർ വന്നിട്ട് നോക്കല്ലേ, വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ഡോർ ആണ്. 2 സ്റ്റീലിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറിയാലോ. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ 202 282 സൈസിൽ വരുന്ന ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ലിവിംഗ് ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. L ഷേപ്പിൽ ഒരു കോഫി ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അതിന് ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ നമ്മുടെ വുഡിന്റെ ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. കൂടാതെ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ഒരു സിംഗിൾ വിൻഡോ ഇല്ലേ, അവിടെ ആയിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ ഷോവാള് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ പെയിന്റ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാലും ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഫ്ലോറിലായിട്ടൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വലിയൊരു ഹോള് വരുന്നുണ്ട്. 504 300 സൈസിലാണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത്. അവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെയറൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിലും വുഡിന്റെ ഒരു നോർമൽ ചെയർ തന്നെയാണ് കേട്ടോ. ഇനി ഈ വോളിലായിട്ട് കാണുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു പരഗോള ഡിസൈൻ ആണ്. ഇനി നമ്മൾ ടേബിളിന്റെ നേരെ കാണുന്ന ആ ഒരു വോളിലായിട്ട് ഇതുപോലെ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 നിഷ് ഡിസൈനും വരുന്നുണ്ട്.
ഇനി നമ്മുടെ ഈ ഹോളിൽ നമ്മുടെ ടേബിളിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തെ ബാക്ക് വോളിലായിട്ട് വുഡൻ ലൂവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് ഇതേ ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മുകളിൽ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ വാഷ് ബേസിൻ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ബേസ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്. നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അത് നോക്കല്ലേ, 318-300 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒക്കെ വരുന്ന വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ മറുവശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. അവിടെയൊക്കെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ തീമിലാണ് വരുന്നത്. സൈഡിലായിട്ട് തന്നെ ഗ്ലാസ് മിററും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിലെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ മുകളിലായിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 218-140 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ഈ ഒരു കോർണറിലായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ മൊത്തത്തിൽ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യം വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് ഇത്. ഇനി നമ്മൾ അവിടുന്ന് വന്നാൽ നേരെ കാണുന്ന ആ ഒരു ഡോറ് കിച്ചണിലേക്കുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റെയറിനോട് ചേർന്ന് ഈ വശത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 300-300 സൈസിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഇതാ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ വരുന്നത്. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും കൂടാതെ മറുവശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇവിടെയും കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഒരു വോളിലായിട്ടാണ് വാൾഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ കറക്റ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ ഈ ഹോളിലായിട്ട് ഈ സ്റ്റെയറിനോട് ചേർന്ന് ഈ വശത്ത് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. സ്റ്റെയറിന്റെ താഴ്ഭാഗമൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയാണേ. അപ്പൊ നമുക്കിനി ബാത്റൂം നോക്കല്ലേ. 182-130 സൈസിലാണ് ഈ ബാത്റൂം വരുന്നത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ വരുന്ന 2 കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം 936 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കിച്ചൺ നോക്കല്ലേ. ഡോറൊക്കെ വന്നിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 330-318 സൈസില് അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ചൊരു കിച്ചൺ ആണ് കേട്ടോ ഈ കാണുന്നത്. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു വോളിലായിട്ട് തന്നെ ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട് കേട്ടാ. റാക്കിന്റെ ഈ ഒരു തുടക്കത്തിലായിട്ട് തന്നെ വരുന്നത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. ഗ്രാനൈറ്റ് ആണ് ബേസിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവും ഈസി കുക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പുകയില്ലാത്ത അടുപ്പിന് മുകളിലായിട്ട് ഇതുപോലെ ചിമ്മിണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ റാക്കിന്റെ മുകളിലായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിൽ 3 ഡോർ മിനി വിൻഡോസ് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ക്രോക്കറി യൂണിറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ റാക്കിന് താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതത് ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. ബ്ലാക്ക് വൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ മൊത്തത്തിൽ വരുന്നത്. കൂടാതെ വാളിലൊക്കെ ആയിട്ട് ഒരു വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ താഴത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി മുകളിലേക്ക് കയറിയാലോ. അപ്പൊ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഇതാ ഹാൻഡ് റെയിലിംഗ് വന്നിട്ടുള്ളത് ഗ്ലാസും വുഡും കൂടി കൂടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിലായിട്ട് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഫ്ലോറിൽ കണ്ടില്ലേ ആ ഒരു മാർബിളും അതുപോലെ തന്നെ ഗ്രാനൈറ്റും കൂടി കൂടിയിട്ടാണ് കേട്ടാ.
ഇനിയിപ്പോ നമ്മൾ ഇതേ സ്റ്റെയർ ഏരിയയിൽ എത്തിയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ദാ 2 കോർണറിലായിട്ടും നല്ല ഭംഗിയിൽ ആർട്ടിഫിഷ്യൽ ഇൻഡോർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ ഏരിയയിൽ നമുക്ക് ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ ഒരു വിൻഡോയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ ഇപ്പൊ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 560 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇവിടെ മുകൾ വശം വരുന്നത്. ഇവിടെ മുകളിലെ ഹോളിൽക്കൊക്കെ നല്ല രീതിക്ക് വെന്റിലേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതാ സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ 3 എണ്ണം കൊടുത്തിട്ടുള്ളത് ആ വോളിലായിട്ട്. അതും റെയിലിംഗ് പോലെ കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ്. ഇനി ഇവിടെ മുകളിലായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. കോട്ടും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. 300-318 സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത്. നമ്മുടെ ഈ മുകൾ വശത്ത് മൊത്തത്തിൽ മാർബോണൈറ്റ് ആണ് കേട്ടോ ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് ഇതാ 2 വോളിലായിട്ടും വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ആ വോളിലായിട്ട് തന്നെ എക്സ്റ്റീരിയർക്ക് ലുക്ക് കിട്ടുന്ന തരത്തിൽ എന്തോ ഒരു ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു റെഡിമെയ്ഡ് അലമാരയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൂമിലായിട്ടും ബാത്റൂം വരുന്നുണ്ട്. അത് നോക്കല്ലേ, 218-140 സൈസിലാണ് നമ്മുടെ ഈ ബാത്റൂം വരുന്നത്. അപ്പൊ ഇനി അവസാനമായിട്ട് നമുക്ക് ബാൽക്കണി നോക്കിയല്ലേ. ഇതാണ് കേട്ടോ ഈ വീടിന്റെ ബാൽക്കണി വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഫ്ലോറിലായിട്ടൊക്കെ മാർബോണൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഇതുപോലെ എൽ ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ട് മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 പില്ലേഴ്സ് വന്നിട്ടുണ്ട്. അതിലൊന്നും വർക്ക് കംപ്ലീറ്റ് അല്ലേ. കൂടാതെ സീലിംഗിലായിട്ട് ഇതുപോലെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? വീട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.